അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഞാൻ ഒരു സൂത്രം കാട്ടാം. ഇപ്പോൾ ഞങ്ങൾ അമ്മ വീട്ടിലല്ല, ഇപ്പോൾ ഞങ്ങൾ പുതുപ്പാടി വീട്ടിലാണ്. പുതുപ്പാടി വീട്ടെന്ന് ഓർത്താൽ ഞങ്ങളുടെ വീടാണ്. ഇതിൻ്റെ പേരാണ്, ഈ ഇലയുടെ പേരാണ് തൊമരപ്പയർ. ഇനി ഞാൻ നിങ്ങളെ അടുത്ത സാധനം കാട്ടാം. ഇതാണ് ഞട്ടാനൊടിയനാണ്. ഇല്ലാത്ത ഇത് പടുത്തിട്ടൊന്നുമില്ല. അമ്മച്ചി ഇപ്പോൾ ഇവിടെ ഇവിടുന്നതേ ഞട്ടാനൊടിയൻ പറിച്ചുകൊണ്ട് വന്നുള്ളൂ. ഇല എങ്ങാണ്ട് മാന്തി ഇട്ടതാട്ടോ. എന്നിട്ട് ഇത് ഇവിടെ മറിഞ്ഞെടുക്കുമായിരുന്നു. ഇത് ഇവിടെ അമ്മച്ചി ഇപ്പോൾ ഞട്ടാനൊടിയൻ പറിക്കാൻ പോയപ്പോൾ അമ്മച്ചി ഇത് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഇനി ഞാൻ മേളിലേക്ക് കയറി പോവാണ് ഗൈസ്. എവിടെ സ്റ്റെപ്പെന്ന് പോലും അറിയൂല. അപ്പോൾ അതേ ഇനി അടുത്ത ഞട്ടാനൊടിയനുണ്ട്. ഇതും ഞട്ടാനൊടിയൻ ചെടിയാണ്. ഞട്ടാനൊടി ഉണ്ടായിരിക്കണേ. കുറേ ഞട്ടാനൊടിയൻ ഉണ്ട്. അതിൻ്റെ ഉണ്ടായി വന്നതേ ഇങ്ങനെ കേട്ടോ. ഉണ്ടായി വന്ന പൂവാണ് ഈ ഉണ്ടായി വന്ന പൂവല്ല, എന്തൊരു മുട്ട് പോലത്തെ സാധനം കാണും. അതാണ് നമ്മുടെ ഞട്ടാനൊടിയൻ. അതിങ്ങനെ വളർന്നു വരുമ്പോൾ അതിൻ്റെ പേര് ഞട്ടാനൊടിയൻ എന്നാണ്. ഇവിടെ ഉണ്ട് ഒരു ഞട്ടാനൊടിയൻ. ഇനി നമ്മൾ ബുഷ് ഓറഞ്ചാണ് കാട്ടാൻ പോണത്. ബുഷ് ഓറഞ്ച് എല്ലാവർക്കും അറിയാലോ. ബുഷ് ഓറഞ്ച് മറ്റേ ഒരു കുഞ്ഞു ഓറഞ്ചല്ലേ. ഇപ്പം ഇത് വലുതായിട്ട് പഴുത്ത് വന്നൊക്കെ ഉണ്ട്. കണ്ടോ? അപ്പോൾ അതേ ഇനി ബുഷ് ഓറഞ്ച് കാട്ടാം ഞാൻ. ഇതിനകത്ത് കുഞ്ഞിതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിനകത്ത് പഴുത്തിക്കണുണ്ടോ? ഇതിന് നല്ല പുളിയാണ് കേട്ടോ. ഗൈസ് ഇതിനകത്ത് വളർന്നു വന്നേക്കുണ്ട്. കണ്ടു, ഇതിനകത്ത് പഴുത്ത് വന്നേക്കണേ. കണ്ട ഇത് വലുതായിട്ട് വന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് പഴുക്കും. നിങ്ങളിത് കണ്ട പിന്നെ എവിടെയുണ്ട്? പിന്നെ എവിടെയുള്ള പിന്നെ അത് ഇവിടെയുണ്ട്. കണ്ട ഇതേ കണ്ട ഫുള്ള് ഉറുമ്പാണ്. ഇതാണ് നമ്മുടെ ബുഷ് ഓറഞ്ച്. അപ്പോൾ ഗൈസ് ഞാൻ ബുഷ് ഓറഞ്ച് തിന്നാട്ടിത്തരാം. ഓക്കെ ദേ ഇതാണ് ഗൈസ് ബുഷ് ഓറഞ്ച്. ഞാൻ ഞട്ടാനൊടിയനാട്ടോ തിന്നണ. ബുഷ് ഓറഞ്ച് ഇതാണ് ബുഷ് ഓറഞ്ച്. അമ്മ എനിക്ക് ഇത് ഒരെണ്ണം തരും. പുളിയുണ്ടോന്ന് അറിയില്ല. ഓറഞ്ചിൻ്റെ അതുപോലത്തെ തന്നെ ടേസ്റ്റ്. നല്ലതാ. അപ്പോൾ ഗൈസ് ഇനി ഞാൻ അടുത്ത സാധനം കാട്ടിത്തരാം. ഇവിടെ മഴ പെയ്ത കാരണം കണ്ടോ, അമ്മച്ചി ഇവിടെയൊക്കെ ഞട്ടാനൊടിയന് നട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റൂല. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. മഴ പെയ്ത കാരണം ഫുള്ളും കാടാണ് കേട്ടോ. വാഴയൊക്കെ ഉണ്ട്. വാഴ എൻ്റെ ചോട്ടിൽ വെയിൽ എൻ്റെ ഇവിടേക്ക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി വാഴ എനിക്ക് തലയിൽ ഇത് വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ളും മഴ. അപ്പോൾ ഇവിടെ ഫുള്ളും മഴ പെയ്ത കാരണം ഫുള്ളും കാടാണ് കേട്ടോ. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു തരാം.
അമ്മ ഇവിടെ പയർ നട്ടു വെച്ചേക്കുണ്ട്. പിന്നെ ദേ അവിടെ ഇട്ട് ഒരു പയർ നട്ടു വെച്ചായിരുന്നു. അതൊരു ദിവസം കൊക്ക് തിന്നുട്ടോ. കൊക്ക് തിന്നൂലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ.